നിങ്ങളോട് ഒരാൾക്കുള്ള സ്നേഹം യഥാർത്ഥമാണോ എന്ന് തിരിച്ചറിയണം. യഥാർത്ഥ സ്നേഹം കിട്ടാൻ പ്രയാസമാണെങ്കിലും അത് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. നിങ്ങളോട് യഥാർത്ഥത്തിൽ സ്നേഹമുള്ളൊരു വ്യക്തി ഇപ്പോൾ എവിടെയാണ്, എന്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് ഇപ്പോൾ അവൈലബിൾ അല്ല എന്നിവയ്ക്ക് വളരെ കൃത്യമായി ക്ലാരിറ്റിയോടുകൂടി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്നാൽ ചിലരോട് നീ എന്താ വിളിക്കാത്തത്, എന്താ മെസ്സേജ് അയക്കാത്തത്, നീ ഇപ്പൊ എവിടെയായിരുന്നു, ഇനി നമ്മളെങ്ങാനും വിളിക്കുമ്പോൾ അവർ ബിസി ആയിരുന്നാൽ നീ ആരോടാ സംസാരിച്ചത്, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതിനൊക്കെ വ്യക്തമായ മറുപടി നൽകാതെ നമ്മളോട് ദേഷ്യപ്പെട്ട് ആ സംസാരം നിർത്താൻ പല അടവുകളും പ്രയോഗിക്കും. അങ്ങനെയുള്ളവർക്ക് നമ്മളോടുള്ള സ്നേഹം യഥാർത്ഥമാണ് എന്ന് പറയാനാവില്ല. എപ്പോഴും നമ്മളെ അവരുടെ പുറകെ നടത്തി കെഞ്ചിയതിനു ശേഷം മാത്രം നമ്മളെ സ്നേഹിക്കുകയും വാല്യൂ തരികയും ചെയ്യുന്നുണ്ട് എങ്കിൽ അവർ നമുക്ക് വലിയ വിലയൊന്നും തരുന്നില്ല എന്നതാണ് സത്യം. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും വിഷമമുണ്ടാകുന്നുണ്ടാകും. പക്ഷേ അക്സെപ്റ്റ് ദ റിയാലിറ്റി, അത് തന്നെയാണ് സത്യം. നമ്മളാണ് അവരുടെ പ്രയോറിറ്റി എങ്കിൽ, നമ്മളോട് ഡീപ്പായി ഇഷ്ടമുണ്ട് എങ്കിൽ ഉറപ്പായും അവർ നമ്മളെ നിരന്തരം അവോയ്ഡ് ചെയ്യില്ല. ഓർക്കുക, ഒരാൾ വീണ്ടും വീണ്ടും നിങ്ങളോട് ക്ഷമിക്കുന്നുണ്ട് എങ്കിൽ, ഒരാൾ വീണ്ടും വീണ്ടും നിങ്ങളെ തേടി വരുന്നുണ്ട് എങ്കിൽ, ഒരാൾ വീണ്ടും വീണ്ടും നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് എങ്കിൽ, അയാളേക്കാൾ മനോഹരമായി നിങ്ങളെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ മറ്റാർക്കുമാകില്ല. അങ്ങനെ ഒരു സ്നേഹം നിങ്ങൾ തട്ടിയെറിയുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ നഷ്ടം വളരെ വലുതാണ്. അത് വലിയൊരു നഷ്ടമാണ് എന്ന് ഒരിക്കൽ നിങ്ങൾ തിരിച്ചറിയും.